CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്ന സംഭവം അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വാർത്ത അസംബന്ധമെന്നും അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും MV ഗോവിന്ദൻ ഡൽഹിയിൽ പറഞ്ഞു. അതേസമയം വിവാദം കൊഴുക്കുന്നതിനിടെ CPM പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ ചേരും. കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന ആക്ഷേപങ്ങൾക്ക് ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകിയേക്കും. അതേസമയം വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ടെന്നാണ് CPM നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കത്ത് വിവാദം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിലും പൊതുസമൂഹത്തിന് മുൻപിലുമൊക്കെ നിൽക്കുമ്പോഴാണ് CPM പോളിറ്റ് ബ്യൂറോ ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ കത്ത് ചോർന്നത് എങ്ങനെ എന്നുള്ളൊരു കാര്യത്തിൽ PBയിൽ വിശദീകരണം നൽകാൻ MV ഗോവിന്ദൻ ബാധ്യസ്ഥനാണോ? എന്താണ് MV ഗോവിന്ദന്റെ നിലപാട്? നമുക്ക് MV ഗോവിന്ദന്റെ പ്രതികരണം കേട്ടതിന് ശേഷം നന്ദനിലേക്ക് എത്താം. ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും മകനെതിരെയുള്ള ആരോപണമല്ലേ. പക്ഷെ ഒന്നും പറയാനില്ലേ, ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞത്, അതാ മലയാളത്തിലാണ് പറഞ്ഞത്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്ന സംഭവം അസംബന്ധം എന്നാണ് നിലവിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ ഇതിനൊരു വിശദീകരണം നൽകാൻ MV ഗോവിന്ദൻ തയ്യാറാകുമോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൻ ശ്യാംജിത്ത് ആണ് ഈ പരാതി ചോർത്തിയത് എന്ന വ്യാപകമായ പരാതി പാർട്ടിക്കകത്ത് തന്നെ ഉയർന്ന സാഹചര്യത്തിൽ രോഹിണി, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പരാതിക്കത്ത് ചോർന്ന സംഭവം അത് അസംബന്ധമായ വാർത്തയാണ് എന്നുള്ളതാണ് പ്രധാനമായും MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്നുള്ളത് ഡൽഹിയിൽ ഇന്നിപ്പോൾ കേരള ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയാണ്. ഈ കത്ത് പുറത്തു വന്ന അല്ലെങ്കിൽ കത്ത് വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഈ യോഗത്തിനുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. PBക്ക് നൽകിയ കത്താണ് ചോർന്നത്. സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് അവിടെ സ്ഥാനത്ത് നിൽക്കുന്നത്. ശ്യാംജിത്താണ് ചോർത്തിയത് എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. അവിടെ MV ഗോവിന്ദനെതിരെ സ്വാഭാവികമായും കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തണമെന്നുള്ള ആവശ്യം അവിടെ ഉയരാൻ സാധ്യതയില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഏതെങ്കിലും നേതാക്കൾ PB അംഗങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം, അതായത് ഈ കത്ത് ചോർന്ന സംഭവം അത് ഒരു തരത്തിലും വിവാദമാക്കേണ്ട അല്ലെങ്കിൽ അത് കൂടുതൽ ചർച്ചയാക്കേണ്ട എന്നുള്ളതാണ് CPMൻ്റെ നിലപാട്. ചർച്ചയാകും തോറും ഇത് കൂടുതൽ വിവാദമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നുള്ളതാണ് CPMക്ക് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മറ്റ് മുതിർന്ന നേതാക്കൾക്കടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ ഈ കത്ത് വിവാദം അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ CPMനെ എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് MV ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. PBക്ക് നൽകിയ കത്ത് ചോർന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. മാത്രമല്ല ഈ വ്യവസായിയും CPMുമായി എന്ത് ബന്ധമാണുള്ളത്, ഏത് തരത്തിലുള്ള ഫണ്ടാണ് വ്യവസായിയിൽ നിന്നും കൈപ്പറ്റിയത് തുടങ്ങി അനേകം ചോദ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുമ്പോഴാണ് CPMൻ്റെ സംസ്ഥാന നേതൃത്വം മൗനം വെടിയാതെ ഈ വാർത്തയെ അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളാൻ നിൽക്കുന്നത്. രോഹിണി, അതെ, ശരി. S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.